ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. സ്നാക്കായിട്ടെന്നും പറയാം, അല്ലെങ്കിൽ ഒരു ബനാന കേക്ക് അങ്ങനെ വേണമെങ്കിലും പറയാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഇതുപോലെ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കുമ്പോൾ ഇത് ഇളക്കി കൊടുക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ. ഇതുപോലെ തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ കുറച്ച് സമയം വെച്ചാൽ മതി. അപ്പോൾ പഞ്ചസാര കാരമലൈസ് ആയി വന്നോളും. അല്ലാതെ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പഞ്ചസാര ഇപ്പോൾ കംപ്ലീറ്റ് മെൽറ്റായി ചെറിയൊരു നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ കളറാവാൻ നിൽക്കണ്ട കേട്ടോ. കൂടുതൽ കളറായി കഴിഞ്ഞാൽ കയ്പ്പരസം വരും. ഇത്രയും തന്നെ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇത് നമ്മൾ സെറ്റ് ചെയ്യാനുള്ള ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അലുമിനിയത്തിൻ്റെ മോൾഡാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ ഒരു 2 നേന്ത്രപ്പഴം ഇതുപോലെ നീളത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നേന്ത്രപ്പഴം ഞാൻ ഒരു നേന്ത്രപ്പഴത്തെ 3 ആയിട്ടാണ് കേട്ടോ മുറിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ സെറ്റായിട്ടുള്ള ഇതിപ്പോൾ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ആ ഒരു കാരമലിൻ്റെ മുകളിലേക്ക് ഇതുപോലെ പഴം വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ പഴം നിങ്ങൾ എടുക്കുന്ന ഏത് പാത്രത്തിലാണോ നമ്മൾ ഉണ്ടാക്കുന്നത് ആ ഒരു പാത്രത്തിൻ്റെ അളവിനനുസരിച്ചിട്ട് പഴം ഒക്കെ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഗ്യാപ്പൊക്കെ ഞാൻ പഴത്തിൻ്റെ പീസുകളൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അവിടെ മാറ്റി വെക്കാം. എന്നിട്ട് ഞാനിവിടെ മറ്റൊരു ബൗളിൽ ഒരു 2 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മുട്ടയും വാനില എസൻസും കൂടെ ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ ആ മുട്ടയുടെ സ്മെല്ലൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിലേക്കൊരു 1/4 കപ്പ് പഞ്ചസാര കുറേശ്ശായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര പൊടിച്ചിട്ടൊന്നുമില്ല കേട്ടോ, അങ്ങനെ തന്നെ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ മുട്ടയും പഞ്ചസാരയൊക്കെ ഇവിടെ നന്നായിട്ട് ബീറ്റായി നല്ല ക്രീമിയായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല വൈറ്റ് കളറിലായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്താൽ പിന്നെ കൂടുതലായിട്ട് ബീറ്റ് ചെയ്തെടുക്കണ്ട കേട്ടോ. പിന്നെ ഇതിലേക്കൊരു 1/4 കപ്പ് പാലും പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഞാനിവിടെ എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇതവിടെ മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ മുകളിൽ ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ട് അതിലേക്കൊരു 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ട് കുറേശ്ശായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് അരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊരു വിസ്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കാരമലും പഴമൊക്കെ ഉണ്ടല്ലോ, ആ ഒരു പഴത്തിൻ്റെ മുകളിലേക്ക് ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഞാനിവിടെ ഇഡ്ഡലി പാത്രത്തിലാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇഡ്ഡലി പാത്രത്തിന് കുറച്ച് കട്ടി കുറഞ്ഞതുകൊണ്ട് ഞാൻ അടിയിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒരു റിങ് വെച്ച് കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് നന്നായിട്ട്. ഇനി നമ്മുടെ ഈ ഒരു ടിന്ന് ഇതിലേക്ക് ഇറക്കി വെച്ചിട്ട് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ മുകൾ ഭാഗമൊക്കെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് സ്ക്വയർ വെച്ചിട്ടോ പപ്പട കമ്പി വെച്ചിട്ടോ ഒക്കെ ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ അതും ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പുറത്തെടുത്ത് വെച്ച് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഒരുപാട് ചൂടാറാൻ നിൽക്കണ്ട കേട്ടോ. ഒരുപാട് ചൂടാറി കഴിഞ്ഞാൽ അതിൻ്റെ അടിയിലുള്ള കാരമലൊക്കെ ഒന്ന് സെറ്റായി പോകും. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമുക്കിത് ഇതുപോലെ സൈഡൊക്കെ ഒന്ന് ഒരു കത്തി വെച്ച് ഒന്ന് വിടിയിച്ച് കൊടുത്തതിന് ശേഷം പ്ലേറ്റിലേക്ക് ഡിമോൾഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബനാന കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പ്രത്യേക ഒരു ടേസ്റ്റാണിത്. ഈ ഒരു സ്പോഞ്ച് കേക്കും കാരമലും പഴവും എല്ലാം കൂടി ആകുമ്പോൾ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.